പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോക്കോ X2ന്റെ 5 ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ടാണ് വീണ്ടും എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് നിങ്ങളുടെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മേലേക്കാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിൽ വേണം. എന്നാൽ തന്നെയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫീച്ചറിലേക്ക് കിടക്കാം കേട്ടോ. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി ആപ്പിൻ്റെ ഉള്ളിൽ പോവുക. സെക്യൂരിറ്റി ആപ്പിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് സെക്യൂരിറ്റി സ്കാൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടും പ്രൈവസിയും സെക്യൂരിറ്റി റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യും, സ്കാൻ ചെയ്യും. അതിന് മുന്നായിട്ട് നമ്മൾ മേലൊരു ടോപ്പിൽ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, സെറ്റിങ്സ്. അതിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഒരു ഓപ്ഷനായിട്ട് അവാസ്റ്റ് എടുക്കേണ്ടതായിരിക്കും. അവാസ്റ്റ് എന്നുണ്ടെങ്കിൽ ഒരു യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് രണ്ട് കാണാം. ടെൻസെന്റ് തന്നെ എല്ലാവർക്കും അറിയാം, ചൈനീസ് റിലേറ്റഡ് ആണ്. എന്നൊന്ന് പറഞ്ഞാൽ നമ്മുടെ ടെൻസെന്റ് ആണ് നമ്മുടെ പബ്ജിയുടെ ഒക്കെ നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ ഓണേഴ്സ്. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനും തൊട്ട് മേലായിട്ട് കാണാൻ സാധിക്കും AVL എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതും ഒരു ചൈനീസ് ബേസ്ഡ് തന്നെയാണ്, ടെൻസെന്റ് ആയിട്ട് റിലേറ്റഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ സെലക്ട് ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ അവാസ്റ്റ് ആണ്. ഇതിനൊക്കെ പ്രശ്നമുണ്ടെന്നല്ല, ബാക്കി രണ്ടത്തെ പ്രശ്നമുണ്ടെന്നല്ല, കൂടുതലായിട്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്, സ്കാൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവാസ്റ്റ് വഴിയായിരിക്കും എൻ്റെ ഒരു റെക്കമെൻഡേഷനിൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന എല്ലാ ഓപ്ഷൻസ് ഇനേബിൾ ചെയ്യുക. എല്ലാ ഇൻസ്റ്റാളേഷന് മുന്നായിട്ട്, ഏത് ആപ്പ് ഇൻസ്റ്റാളേഷന് മുന്നായിട്ട് സ്കാൻ ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടും, നമ്മുടെ ഓട്ടോമാറ്റിക് അവാസ്റ്റിൻ്റെ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ വേണമെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും പേയ്മെൻറ്റ് മോണിറ്ററിങ്ങും എൻവയോൺമെൻറ്റ് എല്ലാ കാര്യങ്ങളും ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതെല്ലാം ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഈ ആപ്പ് അല്ലെങ്കിൽ ഈ ആൻറ്റിവൈറസ് എന്ന് പറയാം ഇതിനെ. അപ്പോൾ ആൻറ്റിവൈറസ് ഇതിനെ സ്കാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇത് ഇനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഇനേബിൾ ചെയ്തിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പേയ്മെൻറ്റിനും എല്ലാത്തിനും മുന്നായിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് സ്കാൻ ചെയ്യുക. അതിന് ശേഷം മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യാം. അല്ലെങ്കിൽ വീക്കിലി ഒരു വട്ടം നിങ്ങളൊന്ന് സ്കാൻ ചെയ്യുക നിങ്ങളുടെ ആപ്പുകളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് കിടക്കാം കേട്ടോ. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോക്ക് സ്ക്രീനായിട്ട് റിലേറ്റഡ് ആണ്. നമ്മുടെ മൊബൈലിൻ്റെ ഉള്ള ലോക്ക് സ്ക്രീനെ എങ്ങനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാൾപേപ്പറിൽ വരും. അത് കഴിഞ്ഞാൽ മൈ പേജിൻ്റെ ഉള്ളിൽ പോകാം. മൈ പേജിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ലോക്ക് സ്റ്റൈൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് തീമാണോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്, ഏത് തീമാണ് ഇപ്പോൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്സിജൻ OS എന്ന് പറഞ്ഞിട്ടുള്ള തീമാണ്. അതിനുള്ള നമ്മൾ കസ്റ്റമൈസേഷൻ അടിയിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വിവിധ രീതിയിലുള്ള ഓരോ തീമിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വല്ല ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ലോക്ക് സ്ക്രീനിൽ വരുന്ന രീതിയിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ലോക്ക് സ്ക്രീനിൽ വയ്ക്കുന്ന ലെറ്റേഴ്സിൻ്റെ സൈസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. വാൾപേപ്പറിൻ്റെ ട്രാൻസ്പാരൻസി നമുക്ക് എത്ര വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂസിക് കൺട്രോൾ, ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഓരോ തീമിനും ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് വരിക. ഞാൻ ഇനി വേറൊരു തീം കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ കസ്റ്റമൈസേഷൻ വേറെ രീതിയിൽ ഞാൻ ഈ iOSൻ്റെ ടൈപ്പായിട്ടുള്ള തീം അപ്ലൈ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമൈസേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കസ്റ്റമൈസേഷൻ വേറെ രീതിയിലാണ്. വാൾപേപ്പർ ബ്ലർ ചെയ്യണോ, ഡാർക്ക്നെസ് മോഡ് വേണോ, അപ്പോൾ ഓരോന്നിൻ്റെയും ലോക്ക് സ്ക്രീനിലുള്ള കസ്റ്റമൈസേഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഏതിൻ്റെ ചാർജിങ് സ്റ്റൈലാണ് വേണ്ടത്, അങ്ങനത്തെ iPhone 11 സ്മാർട്ട് ഫോണിൻ്റെ ആണോ, അതിന് നമുക്ക് ഏത് സ്മാർട്ട് ഫോൺ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. പോക്കോ X2 ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ തീമിനും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കസ്റ്റമൈസേഷനാണ് ലഭിക്കുന്നത്. അത് നമുക്ക് അതിനനുസരിച്ച് ഇവിടെ വന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കുറേ പേർക്ക് അറിയാത്തൊരു ഫീച്ചറാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് കിടക്കാം. അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹോം സ്ക്രീനിൻ്റെ ഉള്ളിൽ കാണുന്ന ഐക്കൺസ് ഒക്കെ ഇല്ലോ പല രീതിയിൽ സ്പ്രെഡായിട്ട് കിടക്കുന്നുണ്ടാവുക. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എവിടേക്കാണ് മൂവ് ചെയ്യേണ്ടത് അവിടേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മൂവ് ചെയ്തതിന് ശേഷം പലരും പറയുന്നതാണ് ഞങ്ങളെല്ലാം ഓർഡർ ചെയ്ത് ചേട്ടാ, പിന്നെ അതിന് കുറച്ചേരം കഴിയുമ്പോൾ തന്നെത്താനായിട്ട് മാറിപ്പോകുന്നു. അങ്ങനെ അതിനെ നമുക്ക് എങ്ങനെ ലോക്ക് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യാതിരിക്കാൻ നമുക്ക് എങ്ങനെ നമ്മുടെ ഹോം സ്ക്രീനിൽ ലോക്ക് ചെയ്യുക. അതിനായിട്ട് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നാലാമത്തെ ഓപ്ഷനിൽ ലോക്ക് ഹോം സ്ക്രീൻ ലേഔട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളത് ജസ്റ്റ് ഇനേബിൾ ചെയ്യുക. ഇത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത് മൂവ് ആവില്ല. ആപ്പ് ഇവിടെ നിങ്ങൾ പിടിച്ച് വലിച്ചെന്ന് വെച്ചോ, പിന്നെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൂവ് ആവില്ല. ഒരു കാര്യം, നമുക്ക് ഇവിടെ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും അൺഇൻസ്റ്റാളിൻ്റെ ഓപ്ഷൻ വരില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറേ പേര് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ആവുന്നു. ആ കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹോം സ്ക്രീൻ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അൺലോക്ക്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരിക. അതിന് ശേഷം വീണ്ടും ഈ കാണുന്ന ലോക്ക് ഹോം സ്ക്രീൻ ലേഔട്ട് എന്നുള്ളത്
ഡിസേബിൾ ചെയ്യുക. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ വീണ്ടും പഴയ പോലെ ആക്സസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഫീച്ചറിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം സ്ക്രീനിൽ എങ്ങനെ ഈ കാണുന്ന ക്ലീനിങ് ആപ്പിൻ്റെ ഐക്കൺ അല്ലെങ്കിൽ വിജറ്റ് കൊണ്ടുവരാം എന്നുള്ള കാര്യത്തിലാണ്. അത് നിങ്ങൾക്ക് എന്താ ചെയ്യുന്നതെങ്കിൽ ഇത് ഉപയോഗിച്ച് നമ്മുടെ ക്യാഷ് മെമ്മറീനും നമ്മുടെ മൊബൈലിനുള്ള അൺവാണ്ടഡ് ഫയൽസിനും നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. ഇതെങ്ങനെ നമ്മൾ കൊണ്ടുവരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോങ് പ്രസ് ചെയ്യുക ഹോം സ്ക്രീനിൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ഡെലിറ്റ് ചെയ്യാൻ ഫസ്റ്റ് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇത് ഡെലിറ്റ് ചെയ്താണ്. ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുകഴിഞ്ഞാൽ റിമൂവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതെങ്ങനെ കൊണ്ടുവരാതെ ഞാൻ ലോങ് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് വിജറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ പോക്കോ ലോഞ്ചറായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസും നിങ്ങൾക്ക് വിജറ്റുകളായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഫ്ലാഷ് ലൈറ്റ് ആയിക്കോട്ടെ, ലോക്ക് സ്ക്രീൻ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ എക്സാമ്പിളായിട്ട് കാണിച്ചു തരുന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ പോക്കോ ലോഞ്ചർ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലീനർ എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിജറ്റ് പുതിയതായിട്ട് ആഡ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഇതുമാതിരി തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആപ്പും ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കുറേ തരത്തിലുള്ള ക്ലോക്ക് ആയിക്കോട്ടെ, വെതർ ആയിക്കോട്ടെ, നോട്ട് ആയിക്കോട്ടെ, കാൽക്കുലേറ്റർ ആയിക്കോട്ടെ, ഈ കാര്യങ്ങളൊക്കെ വിജറ്റുകൾ നമ്മുടെ ഹോം സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് കുറച്ച് പേർക്ക് അറിയാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ബാറ്ററി കൺസ്യൂം ചെയ്യാനുള്ള മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നർ സൗണ്ട്സ് എന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ആപ്പ് ഡെലിറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു സൗണ്ട്, അല്ലെങ്കിൽ ഒരു ആപ്പ് സെലക്ട് ചെയ്യുമ്പോൾ സൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു ആപ്പിൽ നിന്ന് മറ്റൊരു ആപ്പിലേക്ക് പോകുന്ന സമയത്ത് സൗണ്ട്. അതങ്ങനത്തെ ഒരു ഓപ്ഷൻ നമ്മൾ പലരും അറിയാതെ ഇനേബിൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു കേൾക്കുമ്പോൾ ഒരു സുഖം എന്നുള്ള രീതിയിൽ അത് നമ്മൾ നല്ല രീതിയിലുള്ള ബാറ്ററിനെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ നിർത്താം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ വരിക. സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ സൗണ്ട് ആൻഡ് വൈബ്രേഷൻസിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ അഡീഷണൽ സെറ്റിങ്സിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് പലതരത്തിലുള്ള സൗണ്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഡെലിറ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു സൗണ്ട്, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ സൗണ്ട്, അല്ലെങ്കിൽ സ്ക്രീൻ ലോക്ക് സൗണ്ട് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ ടാപ്പ് സൗണ്ട് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ ഡയലർ പാഡ് സൗണ്ട് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വയ്ക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്ക് വലിയ യൂസ് ഇല്ല. ഇത് നമുക്ക് ചെറിയ രീതിയിലുള്ള പവർ കൺസ്യൂംഷൻ ആണെങ്കിൽ കൂടി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്ക്രീൻ ലോക്ക് ചെയ്യുന്നത് എപ്പോഴും ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസൊക്കെ എപ്പോഴും ഡെലിറ്റ് ചെയ്തുകൊണ്ട് ചെറിയ രീതിയിൽ നല്ല ബാറ്ററീനെ അതിനെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ ഇന്നർ സൗണ്ടുകളെല്ലാം ഓഫ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ 5 ടിപ്സുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. Thank you for watching.